الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين. പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒരു മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. നമ്മുടെ ഓരോ അമലുകളും നമ്മുടെ നന്മകളൊക്കെ റബ്ബ് സ്വീകരിക്കുന്നത് ചില പ്രത്യേകമായ അവസ്ഥകളെ പരിഗണിച്ചിട്ടാണ്. ഒന്ന്, മനസ്സിൻ്റെ നിയത്ത്. 2, അതിനോടുള്ള ആത്മാർത്ഥത, ഇഖ്ലാസ് എന്ന് പറയും. അതുപോലെ നാം ചെയ്യുന്ന നന്മകൾ ചെയ്യുന്ന സമയം. ഇപ്പോൾ പകലിലെ പ്രതിഫലമല്ല തഹജ്ജുദിന്റെ സമയത്ത് കിട്ടുക. ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിലുള്ള പ്രതിഫലം അത് വേറെ ഒന്നാണ്. അങ്ങനെ പല അവസ്ഥകളെ പരിഗണിച്ചിട്ടാണ് അല്ലാഹു തആല നന്മകളെ വേഗം നമ്മിൽ നിന്ന്, ഒരു അടിമയിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. അപ്പോൾ അമൽ ചെയ്യണമെങ്കിൽ വളരെ കൂടുതൽ അല്ലാഹു സ്വീകരിക്കുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10. വിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂറത്തുൽ ഫജ്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്ർ. ഫജ്ർ സമയം തന്നെയാണ് സത്യം. സുബഹിന്റെ സമയത്തെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യാണ്. വലയാലിൻ അശ്രിൻ, 10 രാത്രികളെ തന്നെയാണ് സത്യം. മുഫസ്സിരീങ്ങളിൽ അധികം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ 10 രാത്രികൾ ദുൽഹിജ്ജയുടെ 10 രാത്രികളെ കുറിച്ചാണ് എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 വളരെയേറെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇപ്രകാരമാണ്: മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ എന്ന് പറയുന്നത് അത് ഈ രാപകലുകളിൽ ചെയ്യുന്ന, ദുൽഹിജ്ജയുടെ രാപകലുകളിൽ ചെയ്യപ്പെടുന്ന അമലുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ദുൽഹിജ്ജയുടെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ, 10ന്റെ അന്ന് നമുക്ക് പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്, അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമുമാണ്. പക്ഷേ 1 മുതൽ 9 വരെയുള്ള ആ സുന്നത്ത് നോമ്പുകൾ, അറഫാ ദിവസം ദുൽഹിജ്ജ 9ന്റെ അന്ന് പ്രത്യേകം സുന്നത്തുണ്ട്. മുൻകഴിഞ്ഞു പോയ പല മഹാന്മാരും ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലങ്ങൾ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രതിഫലം അൽ ബറക്കത്തു ഫി ഉംരിഹി, ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, അതൊരു വലിയ തൗഫീഖാണ്. കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹു ആകെ 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ മഹാനവറുകൾ എത്ര കിതാബുകളാണ് ഈ 40 വയസ്സിൻ്റെ ഇടയിൽ രചിച്ചത്. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നബവി ഇമാം തങ്ങളുടെ കിതാബ് പലരും പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അതിൻ്റെ കിതാബിൻ്റെ പല രേഖകളും നോക്കി ഇൽമുകൾ കരഗതമാക്കുന്നു. അപ്പം 40 വയസ്സുവരെയാണ് ആയുസ് അള്ളാഹു കൊടുത്തതെങ്കിലും അതിൽ അള്ളാഹു ബറക്കത്ത് കൊടുത്തു. അതുകൊണ്ടാണ് 40 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയേറെ നന്മ ചെയ്യാൻ, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള കിതാബുകൾ മഹാനവറുകൾ എഴുതി. പക്ഷേ 50, 60, 80, 90, 100 വയസ്സ് വരെ ജീവിച്ചിട്ടും എത്രയോ നിസ്കാരങ്ങൾ നഷ്ടമായി പോയാൽ, അല്ലെങ്കിൽ റമദാനിൻ്റെ രാപകലുകളെ മനഃപൂർവ്വം നഷ്ടമാക്കിയാൽ അത് ആയുസ് കിട്ടി എന്നതല്ലാതെ അതിൽ ബറക്കത്തുണ്ടാവില്ല. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ദുൽഹിജ്ജയുടെ 1-ാമത്തെ ദിവസം മുതൽ 9-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്താൽ 1-ാമത്തെ പ്രതിഫലം അൽ ബറക്കത്തു ഫി ഉംരിഹി, അവൻ്റെ ആയുസിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും എന്നുള്ളതാണ്.
രണ്ടാമത്തത് അസ്സിയാദത്തു ഫീ മാലിഹി, സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകും. സമ്പത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അത്യാവശ്യമാണ്. കാരണം ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് സമ്പത്ത് എന്തായാലും വേണ്ടി വരും. നമ്മുടെ ദൈനംദിന ചിലവുകൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക്, അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യത്തിന്, എല്ലാത്തിനും പണം തന്നെ വേണമല്ലോ. പരലോകത്തേക്കുള്ള നന്മകൾ അത് വേറെ. പക്ഷെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പ്രമുഖമായ സ്ഥാനം പൈസയ്ക്കാണ്, പണത്തിനാണ്. അഭിമാനത്തോടൊപ്പം പണവുമുണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൽ നമുക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ദുൽഹിജ്ജയുടെ ആ നോമ്പിനെ, 9 വരെയുള്ള നോമ്പുകളെ പതിവാക്കുന്നവർക്ക്, മുടങ്ങാതെ 9 ദിവസവും അനുഷ്ഠിക്കുന്നവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അസ്സിയാദത്തു ഫീ മാലിഹി, അവരുടെ സമ്പത്തിൽ അള്ളാഹു വർധന കൊടുക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് അൽ ഹിഫ്ളു ഫീ ഇയാലിഹി, ജോലിയിൽ അള്ളാഹു സുരക്ഷിതത്വം കൊടുക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രതിഫലം. പല വിധത്തിലുള്ള ജോലികൾ, എളുപ്പമുള്ള ജോലികളും പല പ്രയാസത്തോടു കൂടിയുള്ള ജോലികളും ഒക്കെ എടുക്കുന്നവരുണ്ട്. പല കമ്പനികളിൽ, പല ഓഫീസുകളിൽ, അതുപോലെ പല മിഷൻ വർക്കുകളൊക്കെ, അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കിണറിൽ ഇറങ്ങിയിട്ടുള്ള ജോലി, എത്രയോ ജോലികൾ, വിവിധങ്ങളായ ജോലികൾ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദുൽഹിജ്ജയുടെ നോമ്പിനെ ആദരിക്കുകയും അതിനെ അനുഷ്ഠിക്കുകയും ചെയ്യാൻ കിട്ടുന്ന മൂന്നാമത്തെ സവാബ് അൽ ഹിഫ്ളു ഫീ ഇയാലിഹി, അവൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ അള്ളാഹു ഒരു സുരക്ഷിതത്വം നൽകും എന്നുള്ളതാണ്. നാലാമത്തത് പണ്ഡിതന്മാർ പറയുന്നു അത്തഖ്ഫീ ബിസ്സയ്യിആത്തി, പാപങ്ങളൊക്കെ മാറ്റിക്കിട്ടും. ചെയ്തുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുവാൻ ഈ ദുൽഹിജ്ജയുടെ നോമ്പുകൾക്ക് കഴിയും എന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വലിയ പാപങ്ങൾക്ക് തൗബ ചെയ്യേണ്ടി വരും, പക്ഷേ ചെറുപാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ നോമ്പ് കാരണമായി തീരുമെന്നാണ്. അടുത്ത പ്രതിഫലം അത്തദ്ഈഫു ഫിൽ ഹസനാത്തി, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള രാപകലുകളിൽ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു ഇരട്ടി സവാബ് തരുമെന്നാണ്, ഇരട്ടി പ്രതിഫലം. അത്രയേറെ പുണ്യമുള്ള രാപകലുകളാണ് എന്നാണ് അതിൻ്റെ സൂചന. കാരണം അള്ളാഹു വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ട് പ്രത്യേകമായി സത്യം ചെയ്യണമെങ്കിൽ അത് സാധാരണ രാത്രികളേക്കാൾ പവിത്രമായതുകൊണ്ടാണ് എന്ന് ആ ആയത്തിലൂടെ, അതിൻ്റെ തഫ്സീറിലൂടെയൊക്കെ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇരട്ടി പ്രതിഫലമാണ് നോമ്പെടുക്കുന്നതിലൂടെ അടുത്ത പ്രതിഫലമായി നമുക്ക് കിട്ടുക. പിന്നെ ഈ നോമ്പ് പതിവാക്കുന്നവർക്കുള്ള, കൃത്യമായി അനുഷ്ഠിക്കുന്നവർക്കുള്ള അടുത്ത പ്രതിഫലം അത്തസ്ഹീലു ഇൻദ സക്കറാത്തിൽ മൗത്തി, സക്കറാത്തിൽ മൗത്ത് ഒരു എളുപ്പം ആയി കിട്ടും എന്നുള്ളതാണ്. മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് സക്കറാത്ത് വലിയ വേദനയാണ്, വിഹ്വലതയാണ്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത തരത്തിലുള്ള ദാഹവും മരണത്തിൻ്റെ ഭയാനകരമായ അതികഠിനമായ വേദനയും ഒക്കെ മാറിക്കിട്ടുന്ന ഒരവസ്ഥ ഈ നോമ്പുകളിലൂടെ അവന് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പണ്ഡിതന്മാർ പറയുക. അത്തസ്ഹീലു സക്കറാത്തിൽ മൗത്ത്, സക്കറാത്തിൽ മൗത്ത് സഹലാവും, എളുപ്പമാവും. അടുത്തത് അൽളിയാഉ ലിദുൽമത്തിൽ ഖബരി, ഖബറിൻ്റെ ഇരുട്ടിൽ നിന്ന് വലിയ പ്രകാശം അല്ലാഹു തആല നൽകും എന്നുള്ളതാണ് അടുത്ത പ്രതിഫലം. ഖബർ കൂരിൽ നിറഞ്ഞതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ മണ്ണിട്ട് മൂടിയതിന് ശേഷം ഒരു തരി പോലും പ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എന്തെങ്കിലും ചെറിയ ഒരു ഗ്യാപ്പ് കണ്ടാൽ അവിടെ പായയോ അല്ലെങ്കിൽ ഇലകളോ പറിച്ച് അവിടെ അടച്ച് അതിൻ്റെ മേലെ വീണ്ടും മണ്ണെല്ലാം ഇട്ടതിന് ശേഷം ഒരു പ്രകാശത്തിൻ്റെ കണിക പോലും കടന്നു വരാത്ത കൂരിരുൾ നിറഞ്ഞ ആ ഖബറിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ഈ നോമ്പുകൾ, നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകൾ ഒരു വലിയ പ്രകാശമായിട്ട് ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരുമെന്നാണ്. അൽളിയാഉ ലിദുൽമത്തിൽ ഖബരി, ഖബറിൻ്റെ ഇരുളിൽ നിന്നുള്ള ഒരു പ്രകാശമായി അതവിടെ ശോഭിച്ചു നിൽക്കുമെന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വലിയ പ്രതിഫലമാണ്. പലരും ഗൗനിക്കാറില്ല. നമ്മളൊക്കെ പലരും അനുഷ്ഠിക്കുന്നത് ദുൽഹിജ്ജയുടെ 9 അറഫയുടെ നോമ്പ് മാത്രമാണ്.
പക്ഷേ പൂർവ്വസൂരികളായ എത്രയോ ആളുകൾ ഈ നോമ്പിനെ 9 ദിവസത്തെ നോമ്പിനെ നിത്യമായി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതുപോലെ അടുത്ത പ്രതിഫലം തഫ്തീലുൽ മീസാനിൻ്റെ ഭാരം ഏറുമെന്നാണ്. നന്മയുടെ തട്ടിന് ഭാരം ഏറുമെന്നാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്തിൽ നന്മതിന്മകളെ തൂക്കി നോക്കുന്ന സമയത്ത് നന്മയുടെ തട്ടിന് എന്തെന്നില്ലാത്ത ഭാരത്താൽ ഇങ്ങനെ ആടി ഉലയും എന്നാണ്. ഭാരമേറിയിട്ട് താന്നു നിൽക്കും നന്മയുടെ തട്ട്. ചെയ്ത അമലുകളൊക്കെ കുറവായിരിക്കാം, പക്ഷേ ഭാരമേറിയ വസ്തുവായിട്ട് ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിനെ അല്ലെങ്കിൽ 9 ദിവസത്തിനെ പരിഗണിച്ച കാരണം കൊണ്ട്, അതിൽ നോമ്പെടുത്ത കാരണം കൊണ്ട് മീസാൻ എന്ന തുലാസിൽ ഒരു ഘനമേറിയ വസ്തുവായി, ഭാരമേറിയ വസ്തുവായിട്ട് അല്ലാഹു തആല അവിടെ കൊണ്ടുവരും എന്നാണ്. അടുത്ത പ്രതിഫലം അന്നജാതു ഫിൽ ആഖിറ, പരലോക വിജയമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ദ്വാരക്കുന്നതുമൊക്കെ ഖബർ ജീവിതവും തുടർന്നുള്ള പരലോകത്തിൻ്റെ മറ്റ് ജീവിതങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ദുൽഹിജ്ജയുടെ പ്രത്യേകമായ 9 ദിവസങ്ങളിലും നോമ്പിലൂടെ നേടിയെടുക്കാമെന്ന് പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ പ്രതിഫലങ്ങളല്ല. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ഈ 10 രാത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, രാത്രിയും പകലും. അതുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങൾ ഈ വർഷം മാത്രമല്ല ഓരോ വർഷങ്ങളിലും ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കാൻ കഴിയുന്നവർ ദുൽഹിജ്ജയുടെ 1 മുതൽ 9 വരെയുള്ള അറഫ നോമ്പ് ഉൾപ്പെടെയുള്ള ആ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കുക. ഇപ്പോൾ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം മുഴുവനും കരസ്ഥമാക്കുവാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ എന്ന ദുആയോടുകൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.